നമസ്കാരം. വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എന്തായാലും സ്ഥാനമേൽക്കുവാൻ പോവുകയാണ്. മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി തന്നെ അദ്ദേഹം അധികാരപഥങ്ങളിലേക്ക് നടന്നു കയറുകയാണ്. എന്തായാലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ അനുമോദിച്ചേ മതിയാകൂ. ആദ്യം മുതൽ തന്നെ കൃത്യമായി ആരുടെ സമ്മർദ്ദത്തിനായിരിക്കും ഹൈക്കമാൻഡ് വഴങ്ങുക എന്നുള്ളത് മനസ്സിലാക്കി, ആരുടെ പിന്തുണയോടുകൂടിയായിരിക്കും തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുവാൻ സാധിക്കുക എന്നത് മനസ്സിലാക്കി ആദ്യം മുതൽ തന്നെ മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കുവാനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ട് കൃത്യമായി ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിൽ അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ആലോചിച്ച് നോക്കൂ, കൃത്യമായി തന്നെ കൃത്യസമയത്ത് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രസംഗിച്ചിട്ടുള്ള വീഡിയോ പുറത്തു വരുന്നു. അതായത് മുഹമ്മദ് പരത്തിയ ഭൂമി അദ്ദേഹം ഉരുട്ടിയെടുക്കുന്ന ഒരു വീഡിയോ. അത് സംബന്ധിച്ചുള്ള ഒരു വിശകലനം തത്വമൈ ന്യൂസ് തന്നെ ചെയ്തിട്ടുള്ളതാണ്. പ്രേക്ഷകർ കണ്ടു കാണുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ അത് കാണുക. അത്തരത്തിലൊരു പ്രീണന സ്വഭാവം അദ്ദേഹം ആദ്യം മുതൽക്ക് തന്നെ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് മുതൽക്ക് തന്നെ, ഒരുപക്ഷെ അതിന് മുൻപ് തന്നെ അദ്ദേഹം തുടങ്ങിയിരിക്കാം. പക്ഷേ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്, അത്തരത്തിലുള്ള പ്രീണന സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തോടു കൂടിയാണ്. തിരഞ്ഞെടുപ്പ് അവസാനിച്ചതോടുകൂടി ഒരുപക്ഷെ എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF വലിയ വിജയം പ്രവചിച്ചു തുടങ്ങിയതോടുകൂടി, അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്കുള്ള വിജയം ലഭ്യമാകുമെന്നുള്ളൊരു ധാരണ UDF ക്യാമ്പിൽ പരന്നതോടുകൂടി ഈ പ്രീണനം കൂടുതൽ ശക്തമാക്കി തന്നെ സതീശൻ മുന്നോട്ട് പോയി. അദ്ദേഹത്തെ ഹിന്ദു സമുദായത്തിലെ സാമുദായിക നേതാക്കന്മാർ, അത് NSSൻ്റെ ശ്രീ സുകുമാരൻ നായരാകട്ടെ, SNDPയുടെ വെള്ളാപ്പള്ളി നടേശനാകട്ടെ, ഇവരെല്ലാം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുമ്പോഴും ഒരു തരത്തിലും അവരെ പ്രീണിപ്പിക്കുവാൻ ശ്രമിക്കാതെ, അല്ലെങ്കിൽ അവരെ ഒന്ന് ശാന്തരാക്കുവാൻ ശ്രമിക്കാതെ മുസ്ലിം ലീഗിനൊപ്പം തന്നെ ഉറച്ചു നിന്ന്, കാരണം ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതവാദ സംഘടനകളെ മറ്റെല്ലാവരും, അവരോട് എതിർക്കുന്നവരെല്ലാം നമുക്ക് രാഷ്ട്രീയപരമായി ഉള്ള ആശയ സഹയാത്രികരാവണമെന്നില്ല, നമ്മുടെ എതിരാളികളാവാം. അവരെതിർക്കുമ്പോഴും അവർ എതിർക്കുന്ന കാര്യം സത്യമായതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും ഒരേ സ്വരത്തിൽ ചൂണ്ടിക്കാട്ടിയത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതവർഗീയ സംഘടനകളാണ് മുസ്ലിം ലീഗിനോടൊപ്പം സതീശനെ പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത്. ആഭ്യന്തരം പോലുള്ള വകുപ്പുകളുടെ മേൽ പോലും UDF അധികാരത്തിലെത്തിയാൽ അവരുടെ നിയന്ത്രണം പ്രകടമാകും എന്നുള്ള ആശങ്കകൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അപ്പോഴൊക്കെ അവരെ ന്യായീകരിക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. കൃത്യമായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പഴയ മനോഭാവമൊക്കെ മാറ്റി, അവരിപ്പോൾ പഴയ ആശയം അനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നത്, അവർക്കിപ്പോൾ പഴയ വർഗീയവാദമൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞ് നാവ് വായിലേക്ക് ഇടുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറോ എമീറോ കുമീറോ ആരെങ്കിലും ഒരാൾ വന്നിട്ട് മതമാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ ഒരു ഷാജി ലൈനിൽ ഇത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല, ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് പോകും. അത്തരത്തിൽ പരസ്യമായി പ്രഖ്യാപനം നടത്തുന്ന ഒരു മതവർഗീയവാദ സംഘടനയെ കൃത്യമായി പ്രീണിപ്പിച്ച് കൂടെ നിർത്തി രാഹുൽ ഗാന്ധിയെ സമ്മർദ്ദത്തിലാക്കി, വ്യാജ ഗാന്ധി കുടുംബത്തിനെ ഭയപ്പെടുത്തി. എങ്ങനെ ഭയപ്പെടുത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് തന്നെ മറ്റൊരു വിശകലനം ഞാൻ ചെയ്തിട്ടുണ്ട്. അതും പ്രേക്ഷകരൊന്ന് കാണുവാൻ ശ്രമിക്കുക. ഇപ്പോൾ കേരളമാണ് വിഷയം. കേരളത്തെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ, അല്ലെങ്കിൽ തന്നിലൂടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെ കൈപ്പിടിയിലേക്ക് വെച്ചു കൊടുക്കുവാൻ സതീശന് സാധിച്ചു. അതിൽ സതീശന് അഭിനന്ദനങ്ങൾ. മുസ്ലിം ലീഗിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി സതീശന് അഭിനന്ദനങ്ങൾ. ഇനി കേരളം നേരിടുവാൻ പോകുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് ഹ്രസ്വമായി പരാമർശിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അടിസ്ഥാനപരമായിട്ട് നേരത്തെ തന്നെ LDF ഭരിക്കുന്ന സമയത്ത് തന്നെ പല വീഡിയോകളും പുറത്തു വന്നിരുന്നു. പല ആളുകളും പറയുന്നത്, അത് സംബന്ധിച്ച് തത്വമൈ ന്യൂസ് തന്നെ നിരവധി വിശകലന വീഡിയോകൾ ചെയ്തിരുന്നു. അതിലൊരു കാര്യം പ്രേക്ഷകരെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. SDPI, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളിലെ നിയമം അംഗീകരിച്ച ഭീകരവാദികളെ, അതായത് നിയമം പാരിതോഷികം പ്രഖ്യാപിച്ച ഭീകരവാദികളുടെ ഫോട്ടോകൾ പോലീസ് സ്റ്റേഷനിലെ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിരിക്കുന്നത് നമ്മുടെ ഫോണിൽ പകർത്തി പരസ്യപ്പെടുത്തുവാനുള്ള അനുവാദം പലർക്കും നൽകപ്പെട്ടിരുന്നില്ല. എന്തുകൊണ്ട്? ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ആളുകൾ പോലീസ് സേനയിലുള്ളതുകൊണ്ട്. അത്തരത്തിൽ പോലീസ് സേനയിലുള്ളവർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുമോ? ഇല്ല. ഭരിക്കുന്ന സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടിയേ പ്രവർത്തിക്കുകയുള്ളൂ. അത് LDF സർക്കാരിൻ്റെ ഭരണകാലം. ഇനി വരുവാൻ പോകുന്നത് ബൗദ്ധിക തീവ്രവാദികളുടെ, ഭീകരവാദികളുടെ ഭരണകാലമാണ്. അടിസ്ഥാനപരമായി മാധ്യമങ്ങളിലൂടെ സമൂഹത്തിൽ വിഷം കുത്തിവെക്കുകയും മീഡിയ വൺ പോലുള്ള അടുപ്പുകൂട്ടി ചർച്ചകളിലൂടെ സമൂഹത്തിലേക്ക് കുത്തിവെക്കപ്പെടുന്ന വിഷം എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമാണ് ഇനി വരുവാൻ പോകുന്നത്.
അവർ സമൂഹത്തിൽ ചെയ്യുവാൻ പോകുന്നത് ഈ SDPI ചെയ്യുന്നത് പോലെ കൈവെട്ടലോ കാലുവെട്ടലോ അങ്ങനെയുള്ള നേരിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളായിരിക്കില്ല. അത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ SDPIയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പഴയ ആളുകളും ചെയ്താൽ അതിനെ വെള്ളപൂശുക എന്നുള്ള കൃത്യം അവർ ചെയ്യും. അവരെ സംരക്ഷിക്കുവാനുള്ള വഴിയും ചെയ്യും. പ്രത്യക്ഷത്തിൽ ഇവർ ആശയപരമായി എതിർദിശയിലാണെങ്കിലും വിരുദ്ധ ചേരികളിലാണെങ്കിലും അടിസ്ഥാനപരമായി മതമാണ് പ്രശ്നമെന്നുള്ള കാര്യത്തിൽ ഇവരെല്ലാവരും ഒന്നിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ അതിനുമപ്പുറം ഒരു മസ്തിഷ്ക പ്രക്ഷാളനമുണ്ടല്ലോ സമൂഹത്തിലെ. സാധാരണക്കാരായ മുസ്ലിം വിഭാഗത്തിനിടയിലും ഒരു സമൂഹത്തിനിടയിൽ പ്രത്യേകിച്ചും തന്നെ ചെയ്തു തുടങ്ങുവാനായി ഇവർ ഈ കാലഘട്ടം ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അതിനവരുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളിലൂടെ അവർ കൃത്യമായിട്ടുള്ള ആസൂത്രിത പദ്ധതികൾ നടപ്പാക്കും. ഒപ്പം അവരുടെ കയ്യിൽ വരുവാൻ പോകുന്ന വിദ്യാഭ്യാസം പോലുള്ള വകുപ്പുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള മന്ത്രിമാരിലൂടെ അവരിത്തരത്തിലുള്ളൊരു പ്രചരണവും പ്രവർത്തനവും സമൂഹത്തിൽ കൃത്യമായി തന്നെ നടപ്പാക്കും. കഴിഞ്ഞ 10 വർഷങ്ങളായി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതിൻ്റെ എല്ലാ ക്ഷീണവും അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ, പ്രത്യേകിച്ച് അതിലെ ആദ്യത്തെ 2 വർഷങ്ങൾക്കുള്ളിൽ അവർ തീർത്തിരിക്കും. ഒപ്പം തന്നെ കൂടുതൽ അക്രമാസക്തമായി അവരുടെ യുവ അണികൾ തെരുവുകളിലേക്ക് ഇറങ്ങിയാണ്. ആരടായി വെള്ളാപ്പള്ളി, ആരടായി സുകുമാരൻ നായർ തുടങ്ങിയ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഇന്നലെ തൊടുപുഴ പോലുള്ള സ്ഥലങ്ങളിൽ ഉയർന്നു വന്നത്. ഇവരിൽ നിന്ന് തന്നെയാണ് ഹിന്ദുക്കളെ കൊന്ന് കെട്ടിത്തൂക്കി, തലകീഴായി കെട്ടിത്തൂക്കി, അമ്പലത്തിൻ്റെ മുമ്പിൽ കെട്ടിത്തൂക്കിയിട്ട് കത്തിക്കും, രാമായണം കത്തിക്കും തുടങ്ങിയ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ കുറച്ചു കാലം മുമ്പ് ഉയർന്നു വന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ പ്രകടമായിട്ടുള്ള ഈ ഭീകരവാദ ആഹ്വാനങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, മുസ്ലിം ലീഗിൻ്റെ അണികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അടിസ്ഥാനപരമായിട്ട് കേരള ജനത ഒരു കാര്യം ഉറപ്പിച്ചുള്ളൂ: മുസ്ലിം ലീഗ് അവരുടെ തനതായിട്ടുള്ള സ്വഭാവത്തിലേക്ക് തിരികെ പോവുകയാണ്. എന്താണ് അവരുടെ തനതായിട്ടുള്ള സ്വഭാവം? ഭാരതത്തെ വിഭജിച്ച കാലത്തെ 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച സീതി സാഹിബിനെ പോലുള്ള നേതാക്കൾ തുടങ്ങിവെച്ച് അവർ പ്രവർത്തിച്ച് സമുദ്ധായോദ്ധാരകരായി വളർത്തിയെടുത്ത പാർട്ടിയുടെ തനതായ സ്വഭാവത്തിലേക്ക്, അത് ഭീകരവാദത്തിൽ അടിസ്ഥിതമാണ്, വിഭജനത്തിൽ അടിസ്ഥിതമാണ്, അടിസ്ഥാനപരമായി ഹിന്ദുക്കളെ കാഫിറുകളായി കണ്ട് കൊന്നു തള്ളുവാൻ മടിയില്ലാത്തൊരു മനോഭാവത്തിൽ അടിസ്ഥിതമാണ്. അത്തരത്തിലുള്ളൊരു അവരുടെ അടിസ്ഥാന സ്വഭാവത്തിലേക്ക് അവർ തിരികെ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടെ അവർ പറയുന്നത് 1921 ഹിന്ദു വംശഹത്യ നടത്തിയ കത്തികൾ ഞങ്ങളിപ്പോഴും ഉറയിലിട്ടിട്ടില്ല, അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. കേൾക്കുന്ന പ്രേക്ഷകർക്ക് തോന്നാം അങ്ങനെ അവർ കത്തി ഊരിയാൽ ഉടനെ കേന്ദ്രസേന വന്നവരെ വെടിവെച്ച് നിരത്തുമെന്നുള്ളത്. കേന്ദ്രസേന എത്തുവാൻ അരമണിക്കൂർ എടുത്തു എന്ന് കരുതുക. ആസൂത്രിതമായിട്ടുള്ളൊരു ഭീകരവാദ സംഘമാണിവർ. കൃത്യമായിട്ട് അരമണിക്കൂറിനുള്ളിൽ ഇവർക്കൊരു 500 പേരെയെങ്കിലും കൊന്നു തള്ളുവാനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. അതിലൊരു സംശയവും വേണ്ട. കേരളത്തിലെ പല ഭാഗങ്ങളിലും, പെരുമ്പാവൂരാകട്ടെ, ഈരാറ്റുപേട്ടയാകട്ടെ, മലപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളാകട്ടെ, അത്തരത്തിലുള്ള പ്രദേശങ്ങളിലെല്ലാം ഒരു വാട്സാപ്പ് സന്ദേശത്തിൻ്റെ പുറത്തിറങ്ങി ബേക്കറി ലഹള പോലുള്ളൊരു മ്ലേച്ഛമായിട്ടുള്ളൊരു പദ്ധതി നടപ്പാക്കുവാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ, വടക്കൻ കേരളത്തിൽ അത്തരത്തിലുള്ളൊരു ഹർത്താൽ അവർക്ക് നടത്തുവാൻ സാധിച്ചെങ്കിൽ, പ്രത്യേകമായി ഒരു സംഘടനയുടെയും പിന്തുണ ഇല്ല, പ്രത്യക്ഷത്തിലില്ലാതെ നടത്തിയ അത്തരത്തിലുള്ളൊരു പ്രകടനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു ട്രയൽ റൺ മാത്രമായിരുന്നു. ഇക്കഴിഞ്ഞ ഹർത്താലും, ജതിൻ രാജിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ ഹർത്താലും, അതിനിടയിൽ കടന്നുകൂടിയ സാമൂഹ്യ വിരുദ്ധരെ, അവരെ ആരെയെങ്കിലും പോലീസ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടോ? കാണില്ല. അവരുടെ ഇടയിലും ഇവരുണ്ട്. എല്ലാ സാമൂഹിക, സാംസ്കാരിക, മാനുഷിക സംഘടനകളുടെ ഇടയിലും, അല്ലെങ്കിൽ മാനവരാശിയുടെ ഉദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഇടയിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. പണം കൊണ്ടോ അല്ലെങ്കിൽ ആൾബലം കൊണ്ടോ ഇവർ നൽകുന്ന പിന്തുണയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ സംഘടന വളരെ വിപുലമാണ്. പ്രത്യക്ഷത്തിൽ മുസ്ലിം ലീഗ് എന്നുള്ളൊരു സംഘടനയോ അവരുടെ സംഘടനാ സംവിധാനങ്ങളോ, ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളൊരു മതവാദ സംഘടനയോ അവരുടെ സംഘടനാ സംവിധാനങ്ങളോ മാത്രമല്ല, അതിനൊക്കെ അടിയിൽ അടിയൊഴുക്ക് പോലെ നിശബ്ദമായി പ്രവർത്തിക്കുന്ന വലിയൊരു ശൃംഖല എന്തിനും തയ്യാറായി കേരളത്തിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും UDFനെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്ത ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മലയാളി സമൂഹത്തിനോട് ഇടയ്ക്കിടെ ഇനി മുതൽ തത്വമയിക്ക് പറയുവാനുള്ളത് പണ്ട് ജോസഫൈൻ പറഞ്ഞതാണ്: നമുക്കൊരുമിച്ച് അനുഭവിച്ചു എന്ന് കേൾക്കാം, അല്ലെങ്കിൽ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കാം. എന്തായാലും
മുസ്ലിം ലീഗിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. കേരള ജനതയ്ക്ക് അതിലും വലിയ അഭിനന്ദനങ്ങൾ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.